കണ്ണൂർ ചേലേരിയിൽ കുറുനരി ആക്രമണം. 2 കുട്ടികൾക്കുൾപ്പെടെ 6 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. കണ്ണിന് കടിയേറ്റ വയോധികനെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീട്ടിന് മുറ്റത്ത് വെച്ചിട്ടാണ് ഞാനൊരു പണിക്ക് പോയത്. ആ വീട്ടിൻ്റെ ഉടമസ്ഥനെയും കടിച്ചു, എന്നെയും കടിച്ചു. ഉടമസ്ഥൻ പരിഹാരത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ണിന് നല്ല പരിക്കുണ്ട്. പിന്നെ എൻ്റെ കാലിന്, എൻ്റെ കയ്യിലൊരു വടിയുള്ളതുകൊണ്ട് ഞാൻ അടിച്ചപ്പോൾ അത് ഓടി. പിന്നെ ഈ കുളശ്ശേരി പഞ്ചായത്തിൽ ഇത് 3-ാം തവണയാണ് 10-15 ആളെ, ഇന്ന് 15 ആളെ കടിച്ചിട്ടുണ്ട്. ഇത് 3-ാം തവണ. പഞ്ചായത്ത് ഇതിനെതിരെ ഒരു പരാതി കൊടുത്താലും അവരെ ശ്രദ്ധിക്കാറില്ല. അവരെ ഗൗരവമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഗതി വളരെ മോശമാവും. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഏറെ ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇപ്പോൾ കുറുനരികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഏതായാലും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കുറുനരിയുടെ ആക്രമണം ചേലേരി പ്രദേശത്ത് ഉണ്ടാകുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയും വീടുകളിലുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെയും കുറുനരി ഓടിച്ച് കടിക്കുകയായിരുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിന് കടിയേറ്റ വയോധികൻ ഇപ്പോൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പലർക്കും ഇത്തരത്തിൽ മുഖത്ത് ഉൾപ്പെടെ കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചിലരൊക്കെ മുഖത്ത് കടിക്കുന്നതിനിടെ കൈകൊണ്ട് തടയാൻ ശ്രമിച്ചു. അങ്ങനെ കൈക്ക് കടിയേറ്റവരുണ്ട്. ഈ കുട്ടികൾക്ക് കൈക്കും കാലിനും ഉൾപ്പെടെ കടിയേറ്റ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടുകാർ തന്നെ പറയുന്നത് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കുറുനരിയുടെ ആക്രമണം 3 തവണ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യം കൂടി അവർ പറയുന്നുണ്ട്. ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ആൾ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം തന്നെ പ്രാഥമിക ചികിത്സ തേടി അതിനുശേഷം തിരിച്ചു പോയിട്ടുണ്ട്. ഒരാളുടെ കൈക്ക് കാര്യമായ രീതിയിൽ മുറിവേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ശരി നിഖിൽ.